എന്നാ ചൂടാണ് ഈ പാൻറ്റിട്ട് ഈ ചൂടത്ത് ഫണ്ണിയല്ല, ചുമ്മാ വലിയ ബോയിലായി പോകുന്നു. എന്നാണോ പറ്റുന്നത്? ഇത്രയും ഹീറ്റ് വേവ്. സ്കൂള് ക്യാൻസൽ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ആഴ്ച കിട്ടിയാണ്. ചൂസ് ചെയ്യപ്പോൾ ഞങ്ങൾക്ക് ഒരു ലെസൺസും ഇല്ല. പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോവാം. അയ്യോ, ഇതെന്നെ അറിയില്ലടി. കഴിയാൻ എന്നാ ആണ്ടേ, ഞാൻ ഒത്തിരി പൈസ ഒക്കെ ഉണ്ട്. നമുക്ക് ഇത് വെച്ച് മുട്ടായി മേടിച്ചാലോ? വേണ്ട, നമുക്ക് ടോയ് മേടിക്കാം. ആരോടും പറയണ്ട. ഇന്നില്ല ഒരു കാര്യം നടന്നാലേ. ഞങ്ങൾ പീക്ക് പോയായിരുന്നു. വെള്ളിയാഴ്ച ആണ്ട് പീ ഉണ്ടായിരുന്നല്ലോ. പീക്ക് പോകുമ്പോ എല്ലാരും കമ്മൽ ഊരി വെക്കണം, അല്ലെങ്കിൽ ടീച്ചർ ബിഹേവിയർ പോയിന്റ് ഇടുന്നത്. അപ്പൊ എല്ലാരും കമ്മൽ ഒരു ബോക്സ് ഇട്ടപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ആളുടെ കമ്മൽ അങ്ങ് എടുത്തോണ്ട് പോയി. എന്നാന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ എനിക്കത് ഭയങ്കര ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ. ആരും അറിയാതെ ആ സാധനം എടുത്തോണ്ട് പോയി. അതങ്ങ് എടുത്തോണ്ട് പോയി. ഓ, അതൊരു നോട്ടിത്തരവാ. മക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മൾ നല്ല പിള്ളേരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, നമ്മൾ വേറെ ആരും ഇല്ലാത്തപ്പോഴും നമ്മൾ നല്ല കുട്ടികളായിരിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ, അതാണ് നമ്മുടെ ക്യാരക്ടർ. നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ ആക്ട് ചെയ്ത് ഞാനൊരു നല്ല കൊച്ചാണെന്നൊന്നും ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ പോലും നമ്മൾ നല്ല ആൾക്കാരായിരിക്കണം. അതാണ്, അങ്ങനെ നമുക്കൊരു നല്ല മനുഷ്യനാകാൻ പറ്റത്തുള്ളൂ മുമ്പോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേനും. അല്ല, നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം ആരും ഇല്ലാതെ കണ്ടു, നമ്മളെടുത്ത് പോക്കറ്റിലിട്ടു, നാളെ നിങ്ങൾക്ക് പിന്നെ അത് എടുക്കാൻ തോന്നും. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരരുത് കേട്ടോ. എൻ്റെ പിള്ളേർ നല്ല പിള്ളേരാ. ഓക്കെ. നമ്മളോട് അച്ഛ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഒറ്റയ്ക്കാണേലും ആരുടെ മുമ്പിലാണേലും വേറെ ആൾക്കാർ സാധനം എടുക്കുന്നത് സ്റ്റീലിങ് തന്നെ. വേണ്ട, ഇവർ എത്ര വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസ. ഇതിനകത്ത് ID കാർഡുണ്ട്, നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം. വാ, അച്ഛൻ്റെ കൊണ്ട് കൊടുക്കാം ഇത്.